ഹലോ എവരിബഡി, പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴിലെ ടൈം ട്രാവലിംഗ്, ടൈം ലൂപ്പ് എന്നീ കാറ്റഗറിയിൽപ്പെടുന്ന ഏറ്റവും മികച്ച 5 സയൻസ് ഫിക്ഷൻ സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ സിനിമയാണ് വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത് സിംബു നായകനായിട്ട് അഭിനയിച്ച മാനാട്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന ജേണറിനൊപ്പം തന്നെ ടൈം ലൂപ്പ് എന്നൊരു കോൺസെപ്റ്റ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമയാണിത്. ഇതിൽ എടുത്തു പറയേണ്ടത് എസ്.ജെ. സൂര്യയുടെ പെർഫോമൻസ് ആണ്. അതോടൊപ്പം ഇതിലെ BGM, പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂസ് ബംസ് കൊണ്ട് എണീറ്റിരിക്കും. അങ്ങനത്തെ ഒരു കിടിലം പടമാണ് മാനാട്. അടുത്തത് രണ്ടാമതായി വിഷ്ണു വിശാൽ അഭിനയിച്ച ഇൻട്ര് നേട്ര് നാളായി. ഈ സിനിമ കുറച്ച് കോമഡി, കുറച്ച് സസ്പെൻസ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൈം ട്രാവലിംഗ് സിനിമയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മേക്കിംഗ് തന്നെയാണ്. ആദ്യം തൊട്ട് അവസാനം വരെയും ആകാംക്ഷയോടെ നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണിത്. സാധാരണയായി തമിഴിലെ ടൈം ട്രാവലിംഗ് സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താതെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ കൂടിയാണിത്. അടുത്തത് മൂന്നാമതായി മായവൻ എന്ന സിനിമ സയൻസ് ഫിക്ഷൻ, അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ത്രില്ലർ എന്നീ സ്റ്റഫുകളെല്ലാം ഈ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഇത് തമിഴിലെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൽ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ആരും തന്നെ ഈ സിനിമയ്ക്കകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ സിനിമ അധികം ചർച്ച ചെയ്യാതെ പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് സുന്ദീപ് കിഷാൻ്റെ പെർഫോമൻസും, അതോടൊപ്പം ഇതിലെ VFX വർക്ക് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കിടിലം മസ്റ്റ് വാച്ച് സിനിമയാണ് മായവൻ. അടുത്ത നാലാമതായി 24 എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാവാതെ പോയ ഒരു സിനിമയാണ്. അന്ന് ഹാറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡീഗ്രേഡിംഗ് ഒക്കെ കാരണം ഈ സിനിമയ്ക്ക് വലിയ കളക്ഷനൊന്നും ലഭിച്ചില്ല. പക്ഷേ ഇന്ന് ടൈം ട്രാവലിംഗ് സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ, തമിഴിലെ ടൈം ട്രാവലിംഗ് സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്ന സിനിമ 24 ആണ്. ഈ സിനിമയ്ക്കകത്ത് എടുത്തു പറയേണ്ടത് സൂര്യയുടെ പെർഫോമൻസാണ്. സൂര്യ എല്ലാ റോളും, അച്ഛനായിട്ടായാലും മകനായിട്ടായാലും അതേപോലെ തന്നെ വില്ലനായിട്ടായാലും എല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. തമിഴിലെ സയൻസ് ഫിക്ഷൻ സിനിമകളുടെ അപ്പനാണ് 24 സിനിമ. അടുത്ത അവസാനമായി മാർക്ക് ആൻ്റണി. വിശാൽ അഭിനയിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ഒരു വിജയമായി മാറിയ ഒരു സിനിമയാണ്. ഇതിൽ എടുത്തു പറയേണ്ട എസ്.ജെ. സൂര്യയുടെ പെർഫോമൻസ്. എസ്.ജെ. സൂര്യ ഞാൻ നേരത്തെ പറഞ്ഞ മാനാട് എന്ന് പറഞ്ഞ സിനിമയിൽ പോലെ തന്നെ ഇതിലും എസ്.ജെ. സൂര്യ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ആക്ഷൻ, റൊമാൻസ്, കോമഡി ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൈം ട്രാവലിംഗ് സിനിമയാണ് ഇത് കംപ്ലീറ്റ് പാക്കേജ് ഫിലിമാണ്. ഇതിൽ എസ്.ജെ. സൂര്യ അതേപോലെ തന്നെ വിശാലും ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്.ജെ. സൂര്യയും വിശാലും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഇരുവരും മത്സരിച്ചുള്ള അഭിനയമായിരുന്നു ഈ സിനിമയ്ക്കകത്ത്. അങ്ങനത്തെ ഒരു മികച്ച ഒരു സിനിമ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമകളെല്ലാം നിങ്ങൾ തീർച്ചയായും കണ്ടുനോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.